ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ചക്ക കൂട്ടാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്താൽ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചക്ക ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്ക കുരു എടുത്തിട്ടുണ്ട്. കുരു ഇഷ്ടമില്ലാത്ത എടുക്കണ്ട. അപ്പം മധുരമില്ലാത്ത ചക്ക വേണം നമ്മൾ എടുക്കാൻ. ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്ത് വിട്ടപ്പം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടത്. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്ക കിട്ടുന്ന സമയമാണെങ്കിൽ നിങ്ങളിതൊന്നും ഉണ്ടാക്കി നോക്കട്ടെ. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഞാനിത് എൻ്റെ വീട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ഞങ്ങളെ ഏരിയയിൽ ഞാനിത് ഉണ്ടാക്കി കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ളവരുണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ ഏരിയയിൽ ഉണ്ടാക്കില്ല. പക്ഷേ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മലപ്പുറത്ത് വന്നപ്പോഴാണ് അവരുണ്ടാക്കുന്ന ചക്ക കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. വേറെ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും. ചിലർ ചക്കപ്പുഴുക്ക്, ചക്ക കൂട്ടാൻ, ചക്ക എരിശ്ശേരി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. ഞങ്ങളുടെ സ്ഥലത്ത് ഞാൻ ഈ ചക്ക കൊണ്ട് ഇതുപോലെ തീരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞിട്ട് ചക്ക ഉപ്പേരി മാത്രം ഈ ഒരു മധുരമില്ലാത്ത സ്റ്റേജിൽ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കെനിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഞാൻ ആ ചക്കത്തിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുങ്ങുന്ന രീതിയിൽ ആ ചക്ക എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ ആക്കാം കേട്ടോ. ഞാനിപ്പോൾ കുക്കർ ഇത് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ഒരു നേരം കൊണ്ട് വിസിൽ വരുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കണം. അരപ്പിനായിട്ട് ആദ്യം മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു കപ്പിനടുത്ത് തേങ്ങ ഉണ്ട് കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു 7 ചുവന്നുള്ളിയാണ് കേട്ടോ. ചുവന്നുള്ളി ക്ലീൻ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇട്ട് കൊടുക്കേണ്ടത് ഒരു 3 വെളുത്തുള്ളി പീസാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിനി വേണ്ടത് ഒരു 4 പച്ചമുളകാണ്. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തത്. നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. ചെറിയ തരത്തിരിപ്പിൽ വേണം അരച്ചെടുക്കാൻ. ഇതാ നമ്മൾ അരച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമില്ലാതെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഉള്ളി ഇതൊക്കെ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. കണ്ടില്ല, ചെറിയൊരു തരിതരിയുള്ളൂ. അങ്ങനെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കും. നമ്മളെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഊരി നോക്കുക. അതാ കണ്ടില്ലേ, ഈ ഒരു വേവിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞു പോകും കേട്ടോ. എനിക്ക് ചിലവർക്ക് ഇങ്ങനെ ഉടയാതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉടച്ച് കൊടുത്താൽ മതി, ഒരുപാട് ഉടക്കണ്ട. കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ പീസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ഫുള്ളായിട്ടാണ് ഉടയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഉടച്ചാൽ മതി. നമുക്കത് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഞാൻ മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം 2-4 ഉണക്കമുളക് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില കുറച്ച് കൂടുതലൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും എടുത്ത് മാറ്റുന്നുണ്ട്. എനിക്ക് ലാസ്റ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളെടുത്ത് മാറ്റുന്നില്ല, എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റിയെടുത്താണ്. അപ്പോൾ അത് എടുത്തതിന് ശേഷം നമ്മളിവിടുത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ഉടയുന്നുണ്ടെങ്കിൽ ചെറിയ പീസൊക്കെ വേണമെങ്കിൽ ഇത്രയും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഈ ചക്കക്കൂട്ടാൻ ഞാൻ മലപ്പുറത്ത് അവർ കഴിച്ചിട്ട് കണ്ടത്, ചക്കക്കൂട്ടാൻ ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കും. ചക്കയുടെ സീസൺ ആകുമ്പോൾ ഫുൾ ദിവസം ചക്കക്കൂട്ടാൻ പറഞ്ഞേക്കാം. അതുപോലെ തന്നെ ഈ മീൻ കറി ഇല്ലേ, തേങ്ങ അരച്ച മീൻ കറി ഈ ചക്കക്കൂട്ടാനും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചക്കയും മീൻ കറിയും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പഴംപൊരി ബീഫ് എന്നൊക്കെ പറയുന്ന പോലെ, പക്ഷെ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ അരച്ച മീൻ കറിയാണ് അതിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പല രീതിയിലും പല സ്ഥലത്തെ ആളുകൾ കഴിക്കും. ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാം. പക്ഷെ നല്ല ടേസ്റ്റാണ്. നമുക്കിത് ഈവനിങ്ങിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ഇഷ്ടമായി. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കുറച്ചുള്ളത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാനും ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ, ഞാൻ ഫസ്റ്റ് ടൈമാണ് മലപ്പുറത്ത് വന്നപ്പോൾ അവർ കഴിക്കേണ്ടത്. അതേപോലെ തീരെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഗൾഫിലാവുന്ന സമയത്ത് നമുക്ക് ചക്ക മാങ്ങ എന്നൊക്കെ കിട്ടാൻ കുറച്ച് പണി. നമ്മുടെ നാട്ടിൽ ലീവിന് ആ സമയത്ത് പോയാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലൊക്കെ കൊടുത്ത് വിട്ട് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് കേട്ടോ. കാരണം വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ചക്ക കിട്ടുന്നുണ്ടാവുക. ചക്കയുടെ സീസണിൽ നമുക്ക് ആരും വരാനൊന്നുമില്ലെങ്കിൽ കിട്ടാനൊക്കെ പാടാണ്. അപ്പോൾ ആ കിട്ടുന്ന ടൈമിൽ നമുക്കത് ഒരു ടൈം കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചക്ക എപ്പോഴും കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചക്കക്കുരു ഇഷ്ടമുള്ളവർ ആഡ് ചെയ്താൽ മതി, ഇഷ്ടമുള്ളവരൊക്കെ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.